വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തീ പോലെ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യിരെമ്യാവ് 5-ാം അധ്യായം 14-ാം വാക്യം. അതുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ ഈ വാക്കു പറഞ്ഞതുകൊണ്ട് ഇതാ ഞാൻ നിന്റെ വായിൽ എന്റെ വചനങ്ങളെ തീയും ഈ ജനത്തെ വിറകുമാക്കും, അവർ അതിന് ഇരയായിത്തീരും. ദൈവവചനത്തെ തീയുമായി താരതമ്യം ചെയ്യുന്നത് ഇവിടെ നാം കാണുന്നു. തീയ്ക്കൊരു അതുല്യമായ ഗുണമുണ്ട്. അത് തൊടുന്നതെന്തും കത്തിക്കുന്നു. നിങ്ങൾ കടലാസ് തീയുടെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ കടലാസ് കത്തിച്ചു കളയും. ആ ദിവസം പത്രോസ് വചനം പ്രസംഗിച്ചു. പരിശുദ്ധാത്മാവിലൂടെ ആ വചനം ആളുകളെ ജ്വലിപ്പിച്ചു. ബൈബിൾ പറയുന്നു, പത്രോസ് ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. പരിശുദ്ധാത്മാവിന്റെ ദാനം ജാതികളുടെ മേൽ പകരപ്പെട്ടതിനാൽ പത്രോസിനോടൊപ്പം വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ അത്ഭുതപ്പെട്ടു. കാരണം അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും അവർ കേട്ടു. ഇത് അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 44 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ കാണപ്പെടുന്നു. ദൈവവചനം പ്രസംഗിക്കപ്പെടുമ്പോൾ ജനത്തിന്മേൽ തീ ഇറങ്ങുന്നു. അതുപോലെ നാം ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ആ തീ നമ്മിലേക്ക് ഇറങ്ങുന്നു. കാൽവറിയിലെ സ്നേഹം വിശുദ്ധമായ അഭിനിവേശത്തിന്റെ ജ്വാല പോലെ ഉള്ളിൽ ജ്വലിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ശക്തി നമ്മെ തീ പോലെ ഉത്തേജിപ്പിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ ചൂടായിരുന്നു, ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീ കത്തി, അപ്പോൾ ഞാൻ എന്റെ നാവുകൊണ്ട് സംസാരിച്ചു എന്ന്. ഇത് സങ്കീർത്തനം 39-ാം അധ്യായം 3-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. തീയുടെ മറ്റൊരു സ്വഭാവം അത് ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് ഉയരുന്നു എന്നതാണ്. നിങ്ങൾ മറ്റേതെങ്കിലും വസ്തുവിനെ മുകളിലേക്ക് എറിഞ്ഞാൽ ഗുരുത്വാകർഷണം കാരണം അത് വീണ്ടും താഴേക്ക് വരും. എന്നാൽ തീയും പുകയും ഉയരാനുള്ള സ്വാഭാവിക പ്രവണതയുള്ളവയാണ്. അതുപോലെ നാം തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ സ്നേഹത്തിന്റെ ജ്വാല കർത്താവിങ്കിലേക്ക് ഉയരുന്നു. അത് സ്വർഗത്തിന്റെ സിംഹാസനത്തിലേക്ക് സ്തുതിയും നന്ദിയുമായി ഉയരുന്നു. അത് ദൈവത്തിന്റെ ഹൃദയത്തിന് സന്തോഷം നൽകുന്നു. നിങ്ങൾ വചനത്തെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കും തോറും നിങ്ങളുടെ ഉള്ളിൽ കൂടുതൽ ദിവ്യസ്നേഹം ജ്വലിക്കും. ദൈവവചനം ഒരു തീ പോലെയാണെന്ന് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ കർത്താവിനോട് കൂടുതൽ അടുക്കും. അത് നിങ്ങളെ ആത്മീയമായി ശക്തരാക്കും. ശലോമോന്റെ ഉത്തമഗീതത്തിൽ നാം മനോഹരമായ ഒരു പ്രാർത്ഥന കാണുന്നു. എന്നെ നിന്റെ ഹൃദയത്തിൽ ഒരു മുദ്രയായും നിന്റെ ഭുജത്തിൽ ഒരു മുദ്രയായും വെക്കണമേ. സ്നേഹം മരണം പോലെ ബലമുള്ളതും അസൂയ ശവക്കുഴി പോലെ ക്രൂരവുമാണ്. അതിന്റെ ജ്വാലകൾ അഗ്നിജ്വാലകളാണ്, ഏറ്റവും ശക്തമായ ജ്വാല. അനേകം വെള്ളങ്ങൾക്ക് സ്നേഹത്തെ കെടുക്കാൻ കഴിയുകയില്ല, വെള്ളപ്പൊക്കത്തിന് അത് മുക്കിക്കൊല്ലാനും കഴിയുകയില്ല. ഇത് ഉത്തമഗീതം 8-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ കാണപ്പെടുന്നു. ദൈവമക്കളെ, ഈ തീ നിങ്ങളുടെ ഉള്ളിൽ ഉജ്ജ്വലമായും ഇടപെടാതെയും ജ്വലിക്കട്ടെ. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യെശയ്യാവ് 64-ാം അധ്യായം 2-ാം വാക്യം. തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിന്റെ മുൻപിൽ ഉരുകിപ്പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സദൃശ്യവാക്യങ്ങൾ 8-9 അധ്യായങ്ങൾ, വൈകുന്നേരം 2 കൊരിന്ത്യർ 3-ാം അധ്യായം. ആമേൻ.